എപ്പോഴും വിചാരിക്കും ഈ മാങ്ങ സീസണൊക്കെ ആകുമ്പോഴേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കണമെന്ന്. അപ്പം ഞങ്ങൾ 2-3 ദിവസം മുമ്പേ എല്ലാ പെണ്ണുങ്ങളും കൂട്ടിയിട്ട് ഇതുപോലെ കുറച്ചധികം കുറേ ആൾക്കാരുടെ വഴക്കൊക്കെ കേട്ടിട്ട് മാങ്ങ പറിച്ച് കൊണ്ടുവന്ന് ഇരുന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മുളകും ഒക്കെ വേദറിയിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അറിയുന്നത് മാങ്ങയുടെ അണ്ടിയോടെടുക്കുമ്പോഴാ മാങ്ങയുടെ പുളി അറിയുന്നതെന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു കേട്ടോ. പുളിച്ചിട്ട് ദൈവമേ വായിലൊന്നും വെക്കാൻ പറ്റിയിരുന്നില്ല. അച്ചാറിന് പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു. എങ്കിലും അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കുറേയൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെച്ചു. പക്ഷെ തീരെ അടുക്കാത്തൊരു സൈസായിരുന്നു. ഭയങ്കര പുളിപ്പായിരുന്നു. കുറേ ദിവസം മുമ്പേ തന്നെ ഉപ്പിലിട്ട് വെച്ചെങ്കിലും ഒന്നും നടന്നില്ല. പിന്നെ കുറേ ഉണക്കിയിട്ടൊക്കെ ഇട്ട് നോക്കി, ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഒരു മാങ്ങ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മാങ്ങയാണ്. ഇവിടെയൊക്കെ മാങ്ങ സീസണാണ്. നമ്മൾ നാട്ടിലൊന്നും പോവാത്തതുകൊണ്ട് മാങ്ങയ്ക്കൊക്കെ ക്ഷാമല്ലേ. പക്ഷെ ഈ പച്ച മാങ്ങ കിട്ടുമ്പോൾ വല്ലാത്തൊരു ആക്രാന്താണ്. നമ്മൾ നാട്ടിൻപുറത്ത് ജീവിച്ചത് കൊണ്ടായിരിക്കണം ഇത്ര ആക്രാന്തം എന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം തോന്നിയത്. കഷ്ടപ്പെട്ട് നമ്മുടെ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടണ്ടേ. ഇതൊക്കെ നമ്മുടെ കുട്ടീസിൻ്റെ പരിപാടികളാണ്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് ചീറ്റിപ്പോയതാണ് സംഭവം. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കൈയിട്ടിട്ട് കുറച്ച് ഉപ്പും മുളകും ഒക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു. പക്ഷെ മാങ്ങ നല്ല പുളി മാങ്ങയായിരുന്നേ. എന്താണെന്ന് വെച്ചാൽ ഒരു പുളിപ്പും അധികം പുളിപ്പില്ലാതെ നല്ല ഏകദേശം ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിട്ടുള്ള നല്ല അടിപൊളി മാങ്ങയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നത്തെ ചോറ് കഴിക്കാതെ ഇതായിരുന്നു കേട്ടോ ഞാനും മണിക്കുട്ടി കഴിച്ചുകൊണ്ടിരുന്നത്. മാങ്ങ സീസണൊക്കെ ആകുമ്പോഴേ എല്ലാവരും ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു സംഭവമാണ്. ഈ ഉപ്പും മുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ എടുത്ത് കഴിക്കുമ്പോഴേ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒന്നും പറയണ്ട. നാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ അടുത്തുള്ള മാവിൻ്റെ മുകളിൽ ആരോട് ചോദിക്കേണ്ട, കയറിക്കോളൂ പറിച്ചോളൂ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. പക്ഷെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്യാവശ്യം അടുക്കളയിലത്തെ മുളക് പൊടിയൊക്കെ തീരും. അപ്പോൾ കഴിച്ചിട്ടൊന്ന് പറയണേ.